നമസ്കാരം. വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ജനിച്ച് 3 മാസം തികയും മുമ്പേ ആശുപത്രിവാസം തുടങ്ങിയ അരുണിമ രാജിന് ഇന്ന് 12 വയസ്സ്. ഈ 12 വർഷവും കേരളത്തിലും കർണാടകയിലുമായി 4 ശസ്ത്രക്രിയകളും തുടർ ചികിത്സകളും. ഇനിയും ഒരു ശസ്ത്രക്രിയ കൂടി ബാക്കിയുണ്ട്. അരൂർ കോടന്തുരുത്ത് പഞ്ചായത്ത് 9-ാം വാർഡ് മുട്ടുങ്കൽത്തറയിൽ രാജേഷ് ലിജിമോൾ ദമ്പതികളുടെ ഇളയ മകളാണ് അരുണിമ. അപൂർവ രോഗം അരുണിമ രാജന്റെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിച്ചു. ജന്മനായൊന്നും കുഴപ്പമില്ലായിരുന്നു. 3 മാസത്തെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫിക്സ് വന്നു. അവൾക്ക് ഫിക്സ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൈഡ് കൈയൊന്നും നനക്കാതെയായി. പിന്നെ അതിനോടുകൂടി ഇങ്ങനെ അവള് ഓരോ ഇങ്ങനെ വീർക്കാൻ തുടങ്ങി. ഓരോ സൈഡ് 4-5 സർജറി കഴിഞ്ഞ്. ഒരെണ്ണം കോട്ടയം മെഡിക്കൽ കോളേജ് ചെയ്ത് 3 വയസ്സുള്ളപ്പോൾ. പിന്നെ ബാക്കിയെല്ലാം ചെയ്തത് മംഗലാപുരത്താണ് ചെയ്തത്. പിന്നീട് പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. മംഗലാപുരം വരെ പോകാനായിട്ട് എനിക്ക് വയ്യായിക വന്നാൽ പിന്നെ ഇവിടെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് 1 മാസം അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടന്ന്. അവിടെ 1 മാസം കിടന്നതിന് ശേഷം അവർ സ്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കിടന്നത്. MRI എടുത്തിട്ട് ചികിത്സ തുടങ്ങാമെന്നും പറഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇനി ഒന്നുകൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് എഴുതി തന്നു. അത് ഇതുപോലെ ചെറിയ ഇതായിരുന്നു. നമ്മൾ വലുതാകുന്നതനുസരിച്ച് അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടത്തെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ മുതുകത്തത് ഇങ്ങനെ അതാണ് ഇനി ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്യാനുണ്ട്. അവൾക്ക് ഇനി ഒന്ന് ഇരിക്കാൻ പറ്റും. നേരത്തേക്ക് ഇരുന്ന് കളിക്കുമായിരുന്നു. ഇപ്പം ഇതിങ്ങനെ വലുതാകുന്നുണ്ട് ഒരു സപ്പോർട്ടില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 12 വയസ്സ്. ട്വിൻസിൽ ഒരാളാണിത്. കൂടെയുള്ള ആള് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ ഒരു ഹോൾസെയിൽ കടയിലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ നിൽക്കുകയാണ്. വലിയ വരുമാനമൊന്നുമില്ല, എന്നാലും നമ്മുടെ സ്ഥിര വരുമാനം എനിക്ക് ആവശ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ നോക്കിയാലും ഈ 3 കുഞ്ഞുങ്ങളുടെ കാര്യം, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ ഇവിടെ മരുന്നിന് 2700 രൂപ ചിലവാകും. അപ്പോൾ അതിന് കൃത്യമായും ഒരു വരുമാനം എനിക്കുണ്ടായേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തുച്ഛമാണേലും മുടങ്ങാതെ ഞാനതിന് പോകുന്നുണ്ട്. നമുക്ക് നടന്ന് ഈ ചെളിക്കകത്തൂടെ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവിടെ ഒരു ടോറി ഹാരിസണിൽ ജോലി ചെയ്യുന്ന ഒരു രാജ് സാറുണ്ടായിരുന്നു. പുള്ളി അദ്ദേഹവും കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒരു വഴി ഇട്ട് തന്നുകൊണ്ട് അത്യാവശ്യം ഇപ്പം നടന്നു പോകാനുള്ളൊരു വഴിയായി. വാഹന സൗകര്യമായിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഇതൊരു ആശ്വാസമായി. അവർ ലൈഫിൻ്റെ വീടിനെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഒരു 3 മാസം മുതൽ ഞങ്ങളിങ്ങനെ ഇവിടെ കാര്യത്തിന് ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് ലൈഫിൻ്റെ പെരയ്ക്ക് പിന്നെ അപേക്ഷിച്ചില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഇച്ചിരി സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ലൈഫിൻ്റെ പെര തീർക്കാനൊക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് പോകുന്നതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല. കാര്യം ജനിച്ച് 3 മാസം പിന്നിട്ടപ്പോൾ എടുത്ത കുത്തിവയ്പ്പിനെ തുടർന്നാണ് ആദ്യം അപസ്മാരം അനുഭവപ്പെട്ടത്. പിന്നീട് കൈയും കാലും തളർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ആദ്യ ശസ്ത്രക്രിയയിലൂടെ കൈകാലുകൾക്ക് ചലനം തിരികെ കിട്ടി. എന്നാൽ പിന്നീട് ഇടത് കണ്ണിന് ചുറ്റും കഴുത്തിലും മുതുകിലും മുഴകൾ വളരാൻ തുടങ്ങി. ഇടത് കണ്ണിന് കാഴ്ച നഷ്ടമായി. ദിവസവും അപസ്മാരവും വരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ശരീരം വിറച്ച് ബോധം നഷ്ടപ്പെടും. മകളുടെ അവസ്ഥ കണ്ട് അമ്മ ലിജിമോളുടെ രക്തസമ്മർദ്ദവും വർദ്ധിക്കും. ഇതോടെ അച്ഛൻ രാജേഷ് ആലപ്പുഴയിലെ നല്ല ജോലി ഉപേക്ഷിച്ച് സമീപത്തെ ചെറിയ കടയിൽ തുച്ഛമായ വേതനത്തിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. ആ വരുമാനം മരുന്നിനും അടിസ്ഥാന ചെലവിനു പോലും തികയുന്നില്ല. ആകെയുള്ളത് വെള്ളത്താൽ ചുറ്റപ്പെട്ട 5 സെന്റ് നിലം. അതിൽ ഒറ്റമുറി ഷെഡാണ് താമസ സ്ഥലം. മഴ പെയ്താൽ വീടിനകത്ത് വെള്ളം കയറും. അപ്പോൾ കട്ടിലിന് മുകളിൽ ഇരുന്നാണ് രാത്രി കഴിച്ചുകൂട്ടുന്നത്. പാചകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥ. വെള്ളം കൂടിയാൽ ബന്ധു വീട്ടിലേക്ക് മാറും. രേഖകളിൽ സ്ഥലം നിലം ആയതിനാൽ ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്ക് അപേക്ഷിക്കാനും കഴിയുന്നില്ല. ഒരിടമാക്കി മാറ്റാൻ മുൻ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. അരുണിമയ്ക്ക് പുറമെ ഇരട്ടകളിൽ ഒരാളും +1 വിദ്യാർത്ഥിനിയായ മറ്റൊരു മകളും ഈ കുടുംബത്തിലുണ്ട്. വീട്ടിൽ സ്ഥലമില്ലാത്തതിനാൽ 2 കുട്ടികളെയും പുന്നപ്രയിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റലിലാണ് പഠിപ്പിക്കുന്നത്. 3 വർഷം മുമ്പ് മംഗലാപുരത്ത് നടന്ന കണ്ണിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിരികെ വരാനുള്ള പണം കയ്യിലില്ലാതെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ 2 ദിവസം കഴിയേണ്ടി വന്നു. ആ ദുരവസ്ഥ കണ്ട് റെയിൽവേ ജീവനക്കാർ യാത്രാ ചെലവ് നൽകി നാട്ടിലെത്തിച്ചു. നിലവിൽ മുതുകിലെ മുഴ വളരുന്നതിനാൽ ഇരിക്കാനും കിടക്കാനും ബുദ്ധിമുട്ടാണ്. ഇതുമൂലം കോടന്തുരുത്ത് BVHSSലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അരുണിമയ്ക്ക് സ്കൂളിൽ പോകാനും കഴിയുന്നില്ല. തുറവൂർ BRCയിൽ നിന്ന് ശില്പ ടീച്ചർ ആഴ്ചയിൽ 1 ദിവസം വീട്ടിലെത്തി പഠിപ്പിക്കുന്നു. അതാണ് പുറം ലോകവുമായുള്ള ഏക ബന്ധം.
ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മുതുകിലെ മുഴ ഉടൻ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റണം. എന്നാൽ അതിന് വലിയ തുക ചെലവാകും. അരുണിമയുടെ ചികിത്സയ്ക്കും കുടുംബത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ബിൻ മീഡിയ, ചേർത്തല.